ഒരു തൂക്ക് മന്ത്രിസഭ വരുമോ? കാരണം ഏറ്റവും ഒടുവിൽ ചാണക്യയുടെ പ്രൊഡിക്ഷൻ വന്നിരിക്കുന്നത് വലിയ വ്യത്യാസം ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും വ്യത്യാസമില്ല. അവരൊരു 9 റേഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അതില് അവരുടെ ലോവർ ലിമിറ്റിൽ ആർക്കും ഭൂരിപക്ഷമില്ല, അപ്പർ ലിമിറ്റിൽ ഭൂരിപക്ഷം, രണ്ടുപേർക്കും ഭൂരിപക്ഷം. പക്ഷെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? UDF ആണ്. UDF-ന് 3-4 സീറ്റുകളുടെ മുമ്പിലാണ്. അപ്പം 9 സീറ്റ് പുറകോട്ടും പോകാം, 9 സീറ്റ് മുന്നോട്ടും പോകാം. BJP-ക്ക് സീറ്റുകളുണ്ട്. BJP-ക്കും സീറ്റുണ്ട്. BJP-ക്കും 3 സീറ്റ് മുതൽ 11 സീറ്റ് വരെയാണ്. BJP-ക്ക് 7 സീറ്റാണ് പറഞ്ഞത്. BJP-യുടെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 4ആണ്. 4 മുന്നോട്ടും 4 പുറകോട്ടും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് UDF-ന്റെ ലോവർ ലിമിറ്റും LDF-ന്റെ അപ്പർ ലിമിറ്റുമാണ് വരുന്നതെങ്കിൽ LDF-ന് മുമ്പിൽ വരുന്നു. LDF-ന് അഥവാ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അപ്പൊ LDF-ന് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാം മുന്നണി എന്നുള്ള രീതിയിൽ. കേരളത്തിൽ വീണ്ടും ഒരു വർഷങ്ങൾക്ക് ശേഷം ഗവർണർ ഒക്കെ ഇതിനകത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു റോളിലേക്ക് പോകുന്നു. നമുക്കൊന്നും അത് കേട്ട് പരിചയമില്ല. കേരള രാഷ്ട്രീയത്തിൽ അത് കുറവായിരുന്നു. പ്രസക്തമായ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഏത് പാർട്ടികളാണ് ഇതിനകത്ത് വലിയ റോൾ വഹിക്കാനുള്ളത്? മുമ്പ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു ലോനപ്പൻ നമ്പാടിന്റെ ഒക്കെ വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ്. ഏത് പാർട്ടിക്കാണ് അതിനുള്ള ഒരു റോൾ എടുക്കാൻ പറ്റുക? കാരണം ദേശീയ തലത്തിൽ ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയാണ്. അത് CPM ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവരൊക്കെ തന്നെ ഇന്ത്യ മുന്നണി. കേരള കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, എല്ലാ പാർട്ടിയും, BJP ഇതര പാർട്ടികളുടെ ഒക്കെ ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളാണ്. അപ്പം ഇവരെങ്ങനെയായിരിക്കും ഇവരുടെ കോമ്പിനേഷൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിലിപ്പം കൂടുതൽ സീറ്റുകൾ വേണ്ട ഒരു അവസ്ഥ വരികയാണ്. ചെറിയൊരു ഡെഫിസിറ്റ് ആണെങ്കിൽ, അതായത് ഭൂരിപക്ഷം തൊട്ടടുത്ത് നിൽക്കുന്നു LDF അല്ലെങ്കിൽ 78-77 ഇപ്പൊ ചെറിയ കുറെ കക്ഷികളുണ്ടല്ലോ, ജനതാദൾ പോലുള്ള കക്ഷികളുണ്ട്. അത് ഓക്കെ. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ഒരു നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ജോസ് കെ മാണി ആണെങ്കിലും ജോസഫിന്റെ UDF-നൊപ്പം നിൽക്കുന്നതാണെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക്. പക്ഷെ അതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വരാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തവണയും മാണി ഗ്രൂപ്പിനെ തിരികെ UDF-ലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം ആര് നടത്തിയതാണ്? UDF നടത്തിയാണ്. പക്ഷെ അത് ഫലവത്താവാതിരുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ എതിർപ്പ് കൊണ്ടാണ്. അപ്പൊ നേരത്തെ ജോസഫ് ഗ്രൂപ്പ് UDF-ന്റെ കൂടെ നിൽക്കുകയും LDF-ന്റെ കൂടെ പോവുകയും ചെയ്തിരുന്നതാണ്. മാണി ഗ്രൂപ്പും മുമ്പ് LDF-ന്റെ കൂടെ പോയിരുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും അവർ LDF-ന്റെ കൂടെ. അപ്പം ഈ പാർട്ടികളൊക്കെ തന്നെ അവർക്ക് LDF-ഓ UDF-ഓ എന്നുള്ള വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നവർക്ക് ഇവരുടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സമവാക്യത്തിനകത്ത് പ്രശ്നമാണ്. അതായത് രണ്ടുപേരും ഒരേ മുന്നണിയിൽ നിൽക്കില്ല. ഇനി ഇതിലൊരു മറ്റൊരു 2 പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകുമോ, അല്ലെങ്കിൽ CPI പണ്ടത്തെ പോലെ UDF-ലേക്ക് പോകുമോ? അതൊരു സാധ്യത. അതാണ് കൂടുതൽ സാധ്യത. കാരണം ചെറിയ പാർട്ടികളെ വെച്ചിട്ട്, അതായത് 68-ലൊക്കെ എത്തി നിൽക്കുകയാണെന്ന് കരുതിക്കും. UDF-ന് 68 സീറ്റാണ് ഉള്ളത്. അപ്പൊ അവർക്ക് ഒരു 3 സീറ്റിന്റെയോ 4 സീറ്റോ മതി അവർക്ക്. കാരണം സ്പീക്കറെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാവുമ്പോൾ 4 പേരെങ്കിലും വേണ്ടി. അപ്പം വേണമെങ്കിൽ ഇപ്പുറത്തുള്ള LDF-ൽ നിന്ന് വേണമെങ്കിൽ ജനതാദളിനൊക്കെ അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. കാരണം ഇത്തവണ ജനതാദളിന് പൊതുവെ ഒരു സ്കോപ്പ് കാണുന്നുണ്ട് പല സ്ഥലത്തും. ഉദാഹരണത്തിന് വടകരയിൽ രമ തോൽക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എനിക്കത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് കരുതുന്നില്ല. കാരണം രമയ്ക്ക് നേരത്തെ ഒരു സഹതാപ തരംഗമൊക്കെ ഉള്ളത് കൊണ്ട് ജയിച്ചതാണ്. പിന്നെ പല BJP-ക്കാരും രമയ്ക്ക് വോട്ട് ചെയ്തിരുന്നു. അന്ന് ഇപ്പം അവർക്ക് മുസ്ലിം ന്യൂനപക്ഷത്തോടൊക്കെ ഒത്തി നിൽക്കുന്ന ഒരാളാണെന്നുള്ളത് വടകരയിൽ ജയിക്കുമോ എന്നുള്ളൊരു LDF-ന്റെ ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കൂത്തുപറമ്പിൽ PR കുറുപ്പിന്റെ കൊച്ചുമകൻ, അതായത് മോഹനന്റെ മരുമകൻ, അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത. കാരണം ഒരു LDF-ന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റ് അല്ല കൂത്തുപറമ്പ്. അങ്ങനെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ചിറ്റൂരിൽ ശക്തമായ പോരാട്ടമാണ് അച്യുതന്റെ മകനുമായിട്ട് നടക്കുന്നെങ്കിൽ തിരുവല്ലയിലും മാത്യു T. തോമസിന് സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ അതേ സമയത്ത് കോവളത്ത് സാധ്യത കോവളത്ത് പക്ഷെ അവര് ജനതാദൾ വിട്ടിപ്പോ അവര് LDF സ്വതന്ത്രരായിട്ടാണ്. എന്ത് തന്നെയായാലും 2-3 പേര് എന്ത് തന്നെയായാലും JDS-ന്റെ പേരിൽ അവർ 2 പാർട്ടിയും ഒരുമിച്ചാണ്. SJD-യും JDS ഒരു പാർട്ടിയെ പോലെയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ പിന്തുണ വേണമെങ്കിൽ UDF-ന് തേടാൻ പറ്റും. അല്ലെങ്കിൽ അതിലും ചെറിയ കക്ഷികളുടെ പിന്തുണ നേടുന്നത്. അതല്ലെങ്കിൽ ചെയ്യാവുന്നത് CPI-യെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിനും ആശയപരമായ പ്രശ്നമില്ല. കാരണം ദേശീയ തലത്തിൽ
ആനി കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ആൾക്കാർ സോണിയാഗാന്ധിയൊക്കെ ഒരുമിച്ചിരിക്കുന്ന ആളുകളാണ്. അവരിവിടെ വയനാട്ടിൽ വന്ന് പരസ്പരം മത്സരിക്കെങ്കിലും ഡൽഹിയിൽ എത്തുമ്പോൾ അവരൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിയാണ്. CPM-നേക്കാൾ CPI ആണ് കോൺഗ്രസ് ആയിട്ട് കുറച്ചും കൂടെ നല്ല ചങ്ങാത്തല്ല. കാരണം 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ പൗരാവകാശങ്ങളൊക്കെ റദ്ദ് ചെയ്ത സമയത്ത് CPM ഒക്കെ അതിനെ എതിർത്തിരുന്നു. പക്ഷേ CPI അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ CPIക്ക് വേറെയും പ്രത്യേകതയുണ്ട്. കാരണം ഒന്നാം UPA സർക്കാരിനകത്ത് CPM പിറകിൽ നിന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സമയത്ത് CPIയുടെ ചതുരാനൻ മിശ്രയൊക്കെ കൃഷിമന്ത്രിയായിട്ട് മുന്നണിക്കകത്തായിരുന്നു UPA. അപ്പം കുറച്ചുകൂടി കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവമുള്ളത് CPIക്കാണ്. പിന്നീടാണ് അവർ അതൊക്കെ വിട്ടിട്ട് ഇടതുപക്ഷ വിശാല ഐക്യമൊക്കെ കൊണ്ടുവന്നത്. ഇപ്പം എല്ലാത്തിന്റെയും പ്രസക്തി നഷ്ടപ്പെട്ട നിലയ്ക്ക് ഇപ്പം ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം കേരളത്തിലാണെങ്കിൽ നമുക്ക് എടുത്തു നോക്കും. കേരളത്തിലെ ചരിത്രത്തിൽ C. അച്യുതമേനോൻ, അതായത് കരുണാകരന്റെ എല്ലാ ഭീകരതയും പുറത്തു വന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്താണ്. ആഭ്യന്തരമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? C. അച്യുതമേനോൻ. അപ്പൊ അച്യുതമേനോന്റെ കൂടെയായിരുന്നു. അപ്പൊ കോൺഗ്രസ് CPI അതൊരു സാധ്യത തന്നെയാണ്. മുസ്ലിം ലീഗ് അപ്പം വേണമെങ്കിൽ CPI, പക്ഷെ CPIക്ക് കേരളത്തിലെ ഇന്നത്തെ ചുറ്റുപാടിൽ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു തീരുമാനത്തിലെത്താൻ ഒരു മാസമെങ്കിലും പിടിക്കുന്നതാണ് ഒരാൾ പറഞ്ഞത്. പക്ഷെ ദേശീയ തലത്തിൽ പാർട്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഇടപെട്ടിട്ട് CPIയെ കൊണ്ടുവരികയാണെങ്കിൽ നിഷ്പ്രയാസം CPIക്ക് എന്തായാലും 6-7 പേരൊക്കെ സുഖമായിട്ട് ജയിക്കാൻ പറ്റും. കാരണം ഇപ്പോ ഒല്ലൂരിൽ നിന്ന് രാജൻ ജയിക്കുന്ന CPIയുടെ മന്ത്രിമാരൊക്കെ പ്രസാദിന് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ചടയമംഗലം നെടുമങ്ങാട് GR അനിൽ ജയിക്കും. അങ്ങനെ കുറെ CPIയുടെ ഒരു 6-7 പേരെങ്കിലും സുഖമായിട്ട് ജയിക്കാൻ പറ്റും. അപ്പം LDF UDFന് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള പിന്തുണ CPIയിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി തിരിച്ച് മേൽക്കൈ LDFനാണ് ഉള്ളതെങ്കിൽ, LDFനാണ് മേൽക്കൈ ഉള്ളതെങ്കിൽ അവർക്കും ഇതേ ഒരു പ്രശ്നം വരും. അവരെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ ഇപ്പൊ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതുവരെ അവർ പറഞ്ഞിരുന്നതൊക്കെ പെട്ടെന്ന് മാറ്റിവെക്കേണ്ടി വരും. കാരണം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് വിരുദ്ധനല്ലേ പറഞ്ഞു. എല്ലാം അവരുടെ അണികൾക്ക് അത് പറ്റില്ല. അണികളുടെ വിശ്വാസത അതൊക്കെ BJPക്ക് അനുകൂലമായിട്ടാണ് വരിക. കാരണം ഇപ്പൊ പഴയതുപോലെ അതെ, ഇപ്പൊ സത്യത്തിൽ കേരളത്തിൽ കുറച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമേ BJPയുടെ അകൽച്ചയുള്ളൂ. കോൺഗ്രസിന്റെയോ CPMന്റെയോ അണികൾക്ക് അങ്ങനെ ഒരു BJP വിരോധമില്ല. അവരെപ്പോഴും BJPയിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പം ആകെ മുസ്ലിം ലീഗിലും പിന്നെ കുറച്ച് ക്രിസ്ത്യൻ മത മേധാവികൾക്കും അല്ലാതെ വേറെ ആർക്കും അങ്ങനെ ഒരു CPMലെ ഒരു വളരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കല്ലാതെ വന്നുകൊണ്ടേയിരിക്കുന്നത്. താഴെ തട്ടിൽ വരുന്നുണ്ട്, MLA-മാരും പാർട്ടിയിലേക്ക് വരുന്നു, പിന്നെ ജില്ലാ തലത്തിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ലാതായിട്ട് മാറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പുനരേകീകരണം നടക്കാനുള്ള സാധ്യത. കാരണം ഇനി അതിന്റെ ഒരു നാടകങ്ങൾ അതൊരു വിദ്യാർത്ഥികളെ, രാഷ്ട്രീയത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു അനുഭവ പാഠമായിരിക്കും നടക്കാൻ. BJPക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്ര നിലപാടെടുക്കാനേ കഴിയും. BJPക്ക് രണ്ട് മുന്നണികൾ സ്വീകരിക്കില്ല. BJP ശക്തമായിട്ട് വരികയാണെങ്കിൽ ഈ രണ്ട് മുന്നണികളും ഒരുമിക്കുമെന്നുള്ളതാണ്. പക്ഷെ BJP കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് ഫോർവേഡ് BJPയുടെ അംഗസംഖ്യ 15-ൽ കൂടുതലൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ചെറു പാർട്ടികളൊക്കെ തന്നെ, അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ഒഴികെയുള്ള പാർട്ടികളൊക്കെ തന്നെ BJPയുടെ മുന്നണിയിലേക്ക് വരുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും. ചില ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ദേശീയ തലത്തിൽ കണ്ടതാണ്. കാരണം കടുത്ത BJP വിരോധികളായിരുന്ന ആളുകളാണ് ശരത് യാദവിനെ പോലത്തെ ആളുകളൊക്കെ എത്ര പെട്ടെന്നാണ് അവർ മാറിയത്. DMK പോലും BJP മന്ത്രിസഭയിലേക്ക് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ആകെ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുന്നത് മുസ്ലിം ലീഗും അത് BJP അങ്ങോട്ട് കാണിക്കുന്നത് കൊണ്ടാണ്. പിന്നെ CPM-ഉം പിന്നെ കോൺഗ്രസും ദേശീയ തലത്തിൽ പ്രതിയോഗി എന്ന നിലയിൽ എന്തായാലും അതൊരു മാറ്റമായിരിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ഒരു കൗതുകം കൂടിയായിരിക്കും നമുക്ക് എങ്ങനെയാണ് കേരളത്തിലെ പൊളിറ്റിക്സ് പോകാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴും ആർക്കും അതങ്ങ് ഒരു ബോധ്യപ്പെട്ടില്ല കേരളത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭ വരുമോ എന്നുള്ളത്. അത് കണ്ടറിഞ്ഞ് മാത്രം. കാരണം ഈ പലരും പല രീതിയിലാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം കാണുന്നുണ്ട് പലർക്കും. പക്ഷെ അങ്ങനെ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ കേരളത്തിൽ ഏറ്റവും
ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അതിന്റെയൊക്കെ മതത്തിന്റെ ഒരു, കാരണം നമ്മൾ വലിയ മതേതര സമൂഹമാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ മലബാർ എടുത്തു നോക്കുന്നു. ഇപ്പൊ മലബാർ എന്ന് പറയുമ്പോൾ ഒരു എൻറ്റൈറ്റിയാണ് മലബാർ എന്ന് പറയുന്നത്. പക്ഷെ മലബാറിൽ കാസർഗോഡ് ജില്ലയിൽ ഉള്ളതല്ല പാലക്കാട് ജില്ലയിലുള്ളത്. അതേസമയത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൊക്കെ ഒരു നിലപാടാണ്. വയനാട്ടിൽ മുസ്ലിങ്ങൾ കാര്യമായിട്ടുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, മലപ്പുറത്തുണ്ട്. പക്ഷെ പാലക്കാട് എത്തുന്ന സമയത്ത് അവിടെ CPM-നാണ് ശക്തി. കാരണം അവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ല. അതെന്തുകൊണ്ടാ? അത് ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇല്ല. തൃശ്ശൂരിലെ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇല്ല. ഇനി തെക്കൻ ജില്ലകളിലേക്ക് പോയാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് ഇതേ സംഭവം ഭരണവിരുദ്ധ വികാരമുണ്ട്. എറണാകുളത്തുണ്ട്, ഇടുക്കിയിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്. അതേസമയത്ത് തൃശ്ശൂരിലില്ല, ആലപ്പുഴയിലില്ല, കൊല്ലത്തില്ല, തിരുവനന്തപുരത്തില്ല. അപ്പം കേരളത്തിലേത് മതപരമായ അടിസ്ഥാനത്തിലാണ്. കാരണം നമ്മൾ വലിയ പുരോഗമന മതേതരമാണെന്ന് പറയുന്നതൊക്കെ വെറുതെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ മതേതരം എന്ന് പറയുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ മതേതരത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് തന്നെ ഒരു കള്ളത്തിലാണല്ലോ സ്വാഭാവികമായിട്ടും. ഏതായാലും നമുക്കൊരു 4-ാം തീയതി വരെ കാത്തിരിക്കണം. കേരളത്തിലൊരു ന്യൂനപക്ഷ മന്ത്രിസഭ, കേരളത്തിലൊരു ഒരു തൂക്ക് മന്ത്രിസഭ വരുമോ, വ്യക്തമായ ഭൂരിപക്ഷം ഒരാൾക്ക് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് റിസൾട്ട് വരുന്നത് വരെ. കാരണം നമുക്ക് പൂർണ്ണമായിട്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ, കാരണം പലരും പല രീതിയിലാണല്ലോ പറഞ്ഞത്, ഒരു പോളിന് മാത്രമല്ല, ഒരേ മാതൃകയിലല്ല വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ വരികയാണെങ്കിൽ അത് വലിയൊരു പരീക്ഷണമാണ്.